ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ടർക്കി വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മളിതാ ട്രാബ്സണിൽ നിന്നും ഇസ്താംബുളിലോട്ടുള്ള ഫ്ലൈറ്റിലാണ്. ഇസ്താംബുളിൽ രാത്രി കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ദുബായ് കണ്ടതിന് ശേഷം ഇത്രയും ലൈറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു സിറ്റി ഞാൻ കാണുന്നത് ഇസ്താംബുളിലാണ്. എല്ലാവരും എത്തി. എയർപോർട്ടൊക്കെ അത്യാവശ്യം നല്ല വലിയ എയർപോർട്ടായിരുന്നു. അവിടുന്ന് നമ്മളുടെ ഡ്രൈവർ പിക്ക് ചെയ്ത് ഞങ്ങളുടെ ഹോട്ടലിൽ കൊണ്ടുപോയി കേട്ടോ. ആ ഹോട്ടലിൻ്റെ പേരെന്ന് പറയുന്നത് മൈ ഡ്രീം ഇസ്താംബുൾ ഹോട്ടലാണ്. അപ്പോൾ ഇതിൻ്റെ ഹോട്ടലിൽ ലോബിക്കകത്ത് കയറുകയാണ്. അവിടുന്ന് അവിടെ തന്നെ ഹോട്ടലിലെ സ്റ്റാഫ് തന്നെ നമ്മളെന്നെ ലഗേജെല്ലാം എടുത്ത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. ഓക്കെ, നല്ല അത്യാവശ്യം സ്പേസ് ഉള്ള റൂമായിരുന്നു കേട്ടോ. കാര്യം നമ്മൾ ട്രാബ്സണിൽ താമസിച്ചപ്പോൾ ഒരു കോട്ടേജിലായിരുന്നില്ലേ താമസിച്ചത്. ഹോട്ടലിൽ വന്നപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ചും കൂടി ബെറ്റർ ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ടീ, കോഫി, TV ഉണ്ടായിരുന്നു. അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസുകളും ഉണ്ടായിരുന്നു. റൂമിൽ ചെറിയൊരു ബാൽക്കണി ഉണ്ടായിരുന്നു. പിന്നെ അന്ന് രാത്രി ഞാൻ കുറച്ച് റൈസ് കുക്കറിൽ വെച്ച് കഴിച്ചു കേട്ടോ. ട്രാമൊക്കെ ബാക്കിൽ വന്നിരുന്നെങ്കിൽ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഡേ അല്ലേ ഇസ്താംബുളിൻ്റെ ഫസ്റ്റ് ഡേ. ഞങ്ങൾ ഇന്നലെ വന്നു. എന്നിട്ട് ഇന്നാണ് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പോണേ. ഇസ്താംബുൾ നല്ല ക്രൗഡഡ് ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് ടർക്കിഷ് ആണെങ്കിലും ഇംഗ്ലീഷ് ഒരുവിധം എല്ലാവരും സംസാരിക്കാറുണ്ട്. ഇസ്താംബുൾ സ്ട്രീറ്റ്സിൽ പോകുമ്പോഴൊക്കെ എപ്പോഴും കാണുന്നത് നമുക്ക് എപ്പോഴും ഈ ഒരു സ്മെല്ല് കിട്ടും. അതായത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചെസ്റ്റ് നട്ട്സ് നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. എനിക്കതൊരു ഓക്കെ ടേസ്റ്റ് ആയിരുന്നു. എനിക്കങ്ങനെ ഒരുപാട് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളതല്ല. പക്ഷേ വിവേകേട്ടനും ഫ്രണ്ട്സിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ചെസ്റ്റ് നട്ട്. പിന്നെ കോണും, ചുട്ട കോണും ഇതവിടെ സ്ട്രീറ്റ്സിൽ ഇങ്ങനെ സെല് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലാണ് അതിന്. നമുക്കിങ്ങനെ മേടിച്ച് കഴിക്കാൻ തോന്നും. നല്ല തണുപ്പുമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് കിടക്കാൻ നല്ല സുഖമല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം കണ്ടു കേട്ടോ. ഇത് ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ബീഗിൾ പോലത്തെ എന്തോ ഒരു സംഭവമാണ് അത്. അതിൻ്റെ കറക്റ്റ് നെയിം എനിക്കറിയില്ല. അപ്പം അതിലിങ്ങനെ മറ്റേ ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ വെച്ചിട്ട് കൊടുക്കുന്ന നല്ല യമ്മി. അങ്ങനെ ഞങ്ങളേതായാലും ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ നമ്മൾ പോകുന്നത് ടോപ്കാപ്പി പാലസ് അതിലോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ദിവസം മുഴുവൻ പോയി കിട്ടിയൊരു സ്ഥലമാണ് ഈ ഒരു പാലസ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിക്കലി ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ടോപ്കാപ്പി പാലസ്. അതായത് ഒട്ടോമൻ എംപയറിൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടം. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിലേക്കാളും ബെറ്റർ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി മുഴുവൻ വായിക്കുന്നതാണ്. എന്നാലും ഒരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പക്ഷേ നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. നമുക്കൊരു മലയാളി ഗൈഡ് ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരാൻ. പിന്നെ ഒരുപാട് നടക്കാനുണ്ട്. കുട്ടികളായിട്ട് വരുന്നവരൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. ഒരുപാട് നടക്കാനുണ്ട്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചത് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ കണ്ടു തീരുന്നതാണ്. പക്ഷേ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം വരെ ഈ ഒരൊറ്റ സ്ഥലത്ത് തന്നെ നമ്മൾ കാണാനുണ്ടായിരുന്നു. അതായത് അത്രയും കാണാനുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ. ഇന്ന് ടർക്കിയിലെ ഇസ്താംബുൾ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും, ഒരുവിധപ്പെട്ട എല്ലാവരും ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഒരു ഒട്ടോമൻ സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ അവർ ഭരിച്ചിരുന്ന സമയത്ത് ഒരു 400 വർഷമെങ്കിലും അവർ ഈ ഒരു സ്ഥലം ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ താമസിച്ചിരുന്നതും അതുപോലെ അവർ യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങൾ, അതുപോലെ അവരുടെ പൊതുപരിപാടികളൊക്കെ നടക്കുന്ന ഒരു കൊട്ടാരമായിരുന്നത്. ഇപ്പോൾ അതൊരു മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ അത്രയും കാലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മ്യൂസിയത്തിനകത്ത് നമുക്ക് നമ്മുടെ പ്രൊഫറ്റ് മുഹമ്മദ് നബി ഉപയോഗിച്ചിരുന്ന സമയത്തുള്ള കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. അവർ ഓരോ വസ്തുക്കളും ഇങ്ങനെ പേരെഴുതി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം കെയ്റോന്ന് ഓട്ടോമൻ സുൽത്താന്മാർ കൊടുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ ഒരുപാട് കുറച്ചും കൂടെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഭാഗമാണ്. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ടർക്കിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് യൂറോപ്പാണോ എന്ന് വെച്ചാൽ അതെ, ഏഷ്യ ആണോ എന്ന് വെച്ചാൽ അതെ. കാരണം ബോസ്ഫോറസ് എന്ന് പറയുന്ന ആ ഒരു ലേക്ക് ഇതിന് രണ്ടിനെയും ഇങ്ങനെ പാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഏഷ്യൻ ഭാഗം കാണാം, അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ നമുക്ക് യൂറോപ്പും കാണാം കേട്ടോ.
ഇത് ഞാൻ അവിടുത്തെ പാലസിൻ്റെ, അതായത് ഈ ടോപ്കാപ്പി പാലസിൻ്റെ എൻട്രൻസും ആ പൂന്തോട്ടങ്ങളുടെയൊക്കെ ഒരു ചെറിയ മാപ്പായിരുന്നു കേട്ടോ അത്. ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അപ്പം അതിൻ്റെ വലിപ്പം ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇതാ ചെസ്നട്ട് കേട്ടോ, നേരത്തെ ഞാൻ തുടക്കത്തിൽ കാണിച്ചില്ലേ, ഇത് നമ്മുടെ നാട്ടിലും കിട്ടുന്നുണ്ടെന്നാണ് പറയണത്. മലബാർ പിസ്ത എന്നൊക്കെയാണ് അത് പറയുന്നതെന്നാണ് കേട്ടോ അറിയുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ട്രാം എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ട്രെയിനിൽ നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാർഡുണ്ട്, അത് യൂസ് ചെയ്ത് നമുക്ക് ട്രാം ആക്സസ് ചെയ്യാം. അപ്പം നന്നായിട്ട് വിശന്നു, അങ്ങനെ ഒരു ഇന്ത്യൻ കുഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. അന്ന് വൈകുന്നേരം നമ്മൾ പോകുന്നത് ബ്ലൂ മോസ്കിലോട്ടാണ്. ബ്ലൂ മോസ്കിനെ തന്നെ സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നും പറയൂ കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു മോസ്കാണ്, സുലൈമാനിയ മോസ്ക് എന്ന് പറയും. അത് ഇവിടുത്തെ തന്നെ, ഇവിടെ ഓട്ടോമാൻ്റെ ഭരണകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു മോസ്കാണ്. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ്. ഇപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് ബസാറാണ്. ടർക്കിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. എല്ലാ ബ്രാൻഡഡ് കോപ്പി സംഭവങ്ങളൊക്കെ കിട്ടും. നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതനുസരിച്ച് പോലെ ഇരിക്കും. പിന്നെ അവിടെ സ്വീറ്റ് ഷോപ്സൊക്കെ ഉണ്ട്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഒരു നെഗോഷിയേഷൻ സ്കില്ലൊക്കെ അനുസരിച്ചിട്ടിരിക്കും ഓരോ സാധനങ്ങളുടെ റേറ്റ് പറയലും കാര്യങ്ങളൊക്കെ. പിന്നെ ഇസ്താംബുളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ബോസ്ഫറസിലെ ഈ ഒരു യാത്ര, ഈ ഒരു ബോട്ടിലുള്ള യാത്ര കേട്ടോ. അത് ശരിക്കും എൻജോയ് ചെയ്തു. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് ശരിക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. തിക്കും തിരക്കും പെട്ട് നമ്മൾ ഭയങ്കര കൺജസ്റ്റഡ് ആവും. അതുകൊണ്ട് ഇസ്താംബുൾ സ്ട്രീറ്റ്സ് ആണെങ്കിൽ ഭയങ്കര ക്രൗഡഡാണ്, മോസ്കിൽ പോയാലും എവിടെ പോയാലും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലീഫായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൈഡ്, സൺസെറ്റ് റൈഡ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഒരു ഫോട്ടോഷൂട്ടിനാണ് കേട്ടോ, ടർക്കിയിലെ റൂഫ് ടോപ്പ് ഫോട്ടോഷൂട്ടിന്. ഞാൻ കുറച്ചും കൂടി നല്ല ഔട്ട്പുട്ടാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വെയിൽ കാരണവും പിന്നെ അവർ ഫോട്ടോഗ്രാഫേഴ്സ് അത്ര എന്താ പറയുക, അവർക്ക് ഭയങ്കര ധൃതിയായിരുന്നു. അതുകൊണ്ട് നല്ല ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഇനി ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹഗിയ സോഫിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ. ഹയ സോഫിയ എന്നും പറയും. ഇത് ബൈസൻ്റൈൻ കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഈ ചരിത്രം പറയുന്ന സമയത്ത് ഭയങ്കര കോൺട്രവേഴ്സീസ് കയറി വരും. കാര്യം ഈ ഹഗിയ സോഫിയ എന്ന് പറയുന്നത് ആദ്യം ഒരു പള്ളിയായിരുന്നു. പിന്നീട് ഇപ്പോൾ അത് ഒരു മോസ്ക് ആക്കിയിട്ട് ആണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ചരിത്രം പഠിക്കാൻ തുടങ്ങുന്നവർക്കറിയാം, ഈ ഹിസ്റ്ററി സമയത്ത്, അതായത് ഓരോ കാലഘട്ടത്തിലും അവിടെ ഭരിച്ചിരുന്നവരുടെയും അത് പിടിച്ചടക്കാൻ വന്നവരുടെയും പല പല യുദ്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങളും പല കാലഘട്ടങ്ങളിലായിട്ട് മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു റെഫറൻസ് നല്ലതാണ്. നമ്മളൊരു സ്ഥലത്തിനെ കാണുമ്പോൾ അതിൻ്റെ പ്രസൻറ്റിൽ മാത്രം ആ ഒരു സ്ഥലത്തിനെ നോക്കാതെ അതിൻ്റെ പാസ്റ്റ് കൂടി അറിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ചരിത്രം മുഴുവനായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുക കേട്ടോ. അപ്പോൾ ഏതൊരു ലാൻഡ് മാർക്കിലോട്ട് പോകുമ്പോഴും നമ്മുടെ മനസ്സ് കുറച്ചൊന്ന് ഓപ്പണാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കുറേ ഭാഗങ്ങളിൽ ബൈബിളിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള ബിലീഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചുമർ ചിത്രങ്ങളും കാണാം കേട്ടോ. Mısır alırız. Mısır.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹോട്ടലിലെ സ്റ്റാഫാട്ടോ. ലാംഗ്വേജ് ഒന്നും അറിയില്ലെങ്കിലും ഭയങ്കര ലവ്വിങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അവിടെ. പിന്നെ നമ്മൾ പോയത് ബസിലിക്ക സിസ്റ്റേൺ എന്ന് പറയുന്ന പുരാതനമായിട്ടുള്ള ഒരു ജലസംഭരണിയാണ് കേട്ടോ. അന്ന് വളരെ പണ്ടത്തെ. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു കൊട്ടാരം അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാക്കിയ പോലെയാണ്. ഫുൾ വെള്ളമാണ്, അതിൻ്റെ ഉള്ളിലൊക്കെ മീനുകളും ഒരു ഹൊറർ ഇഫക്റ്റും ഉണ്ട്. അതേപോലെ തന്നെ ഒരു മൊത്തത്തിലൊരു ഇലൂഷൻ പോലെ തോന്നും നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ. ഒരുപാട് പില്ലേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അത്. പിന്നീട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോയത് ഇസ്താംബുളിലെ ബലാത്ത് എന്നുള്ളൊരു പഴയ സിറ്റിയിലോട്ടാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാമേഴ്സിൻ്റെ സ്പോട്ടാണ്. ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്. ഇസ്താംബുളിൻ്റെ മെയിനായിട്ടുള്ളൊരു സെൻറ്റർ ആയിരുന്നു, ലൈക്ക് ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ. അപ്പോൾ ഇപ്പോഴും അതുപോലെ കളർഫുൾ പെയിൻ്റൊക്കെ ചെയ്ത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി കുറച്ചൊക്കെ കറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ അതിനകത്തുള്ള ചില റെസ്റ്റോറൻറ്റ്സിനകത്തൊക്കെ കയറി ഫോട്ടോസ് എടുക്കണമെങ്കിൽ അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല അവിടെ ഫോട്ടോ എടുക്കാൻ. പിന്നെന്താ, ഇതാണ് ഇസ്താംബുളിലെ കാക്ക. ഇനി കണ്ടില്ല എന്ന് പറയരുത്. പിന്നീട് നമ്മൾ ഒരു സ്റ്റുഡിയോ പോയിട്ട് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഒരു സുവനീർ പോലെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ഫ്രെയിമൊക്കെ ചെയ്ത് കിട്ടി. പിന്നീട് ഞങ്ങൾ അന്ന് തിരിച്ച് ഞങ്ങൾ വീണ്ടും ട്രാബ്സണിലോട്ട് ഫ്ലൈറ്റ് എടുത്ത് പോയി. അവിടെ ലാസ്റ്റ് ഡേ നമ്മൾ നിന്ന ഹോട്ടലാണ് ഈ പാർക്ക് ദിദിമോൻ ഹോട്ടൽ കേട്ടോ. അപ്പോൾ അവിടെ നിന്നും ഞങ്ങൾ വീണ്ടും എല്ലാവരും കൂടെ യാത്ര കഴിഞ്ഞതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ടർക്കിഷ് ടീ അത് കുടിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എല്ലാവരും ഈ ഒരു തേയിലപ്പൊടി വാങ്ങിയിട്ടാണ് പോയത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്, നമ്മുടെ തേയിലേൻ്റെ ടേസ്റ്റല്ല, വേറെ ഒരു ഫ്ലേവർ അതിനുണ്ട്. അപ്പോൾ എല്ലാവരും അത് മേടിച്ചു. അവരുടെ ടിപ്പിക്കൽ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഗ്ലാസ്സിനകത്ത് കുടിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഹോട്ടലിൽ നിന്ന് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണ്. ഇഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും അത് വാങ്ങിക്കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ അന്ന് നൈറ്റ് ആ ഒരു രാത്രിയും കൂടി ഉള്ളൂ. നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ചു പോകുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാലോ എന്ന് ആലോചിച്ചു. റൂമിൽ പോയിട്ടൊന്ന് റെഡി ആയിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങുകയാണ് കേട്ടോ. അടുത്ത് തന്നെ ഒരു ഷോപ്പിംഗ് മോളുണ്ട്, അവിടെ പോയിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനാണ് പ്ലാൻ. അപ്പോൾ ഇതായിരുന്നു ട്രാബ്സണിൽ നമ്മൾ ലാസ്റ്റ് ഡേ താമസിച്ചിട്ടുള്ള ഹോട്ടലിൻ്റെ റൂം കേട്ടോ. ഇത് നല്ല സ്പേഷ്യസ് ആയിരുന്നു, നല്ല കിഡിലൻ റൂമായിരുന്നു. ഞങ്ങളെപ്പോഴും ആലോചിക്കും നമ്മൾ ട്രിപ്പെല്ലാം കഴിയുന്ന സമയത്തായിരിക്കും നല്ലൊരു സ്ഥലത്ത് ചിലപ്പോൾ എത്തിപ്പെടുക. അതായത് കംഫർട്ടബിളായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത്. നല്ലൊരു ഹോട്ടലായിരുന്നു. എന്തായാലും നമ്മൾ ആ നൈറ്റ് അവിടെ സമാധാനമായിട്ട് താമസിച്ചു. തൊട്ടടുത്തുള്ളൊരു മോളിലോട്ട് പോയി നമുക്ക് ആവശ്യമുള്ള ചോക്ലേറ്റ്സും അതുപോലെ ഓഫീസിൽ കൊടുക്കാനുള്ള സ്വീറ്റ്സും പിന്നെ അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തു കേട്ടോ. നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് ഞങ്ങൾ പിന്നെ നടന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇന്ന് നമ്മൾ ടർക്കിനോട് ബൈ പറയുന്ന ദിവസമാണ്. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ എഴുന്നേറ്റു. ഇന്ന് നമുക്ക് ഒരു സ്ഥലം കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മൊണസ്ട്രിയാണ്. ഈ ട്രാബ്സണിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പേരും ഇസ്താംബുളിലോട്ട് ടൂർ വരുമ്പോൾ അല്ലെങ്കിൽ ടർക്കി എന്ന് പറയുമ്പോൾ ഇസ്താംബുൾ, കപ്പഡോഷ്യ ഇതൊക്കെയാണ് ആദ്യം മനസ്സിൽ വരിക. ട്രാബ്സൺ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവർ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ ട്രാബ്സണിൽ വരാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ സുമേല മൊണസ്ട്രി. മഞ്ഞായിരുന്നു കേട്ടോ ഈ സുമേല മൊണസ്ട്രിയിലോട്ടുള്ള യാത്രയിലും. അതുപോലെ തന്നെ കിടുകിട വരച്ചിട്ടാണ് അതിനകത്ത് നമ്മൾ നടക്കുന്നുണ്ടായിരുന്നത്. മഫ്ലർ ഇട്ടാലും 2-3 ജാക്കറ്റ് ഇട്ടാലും ഒന്നും അതികഠിനമായ തണുപ്പായിരുന്നു ആ സ്ഥലത്ത്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു പാറയ്ക്കകത്ത് നിന്ന് കൊത്തിയെടുത്ത പോലെയാണ് ആ ഒരു മൊണസ്ട്രി അവരുണ്ടാക്കിയിരിക്കുന്നത്.
ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ആർക്കിടെക്ചറാണ്. ഇപ്പം അവിടെ ആരുമില്ല, അത് ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങനെ അബൻഡൻ ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതിനകത്ത് കൂടെയൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ ഗൈസ്, ഞങ്ങൾ നേരെ ഇനി എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് നേരെ തിരിച്ച് UAE പോവാണ്. അങ്ങനെ കുറേ മെമ്മറീസും മൊമെൻറ്റ്സും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഡ്രൈവർ ചേട്ടനെ കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയ ആൾ. കുറച്ച് ഏജ്ഡാണ്, പക്ഷെ നല്ല കമ്പനിയാണ്. നമ്മുടെ കൂടെ സെറ്റാവുന്ന ഒരാളെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. പിന്നെ നമ്മുടെ ആസ്ഥാന ഡാൻസറായ സനീഷേട്ടൻ്റെ അതൊരു സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു വൈൻഡപ്പ് ഷോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് എയർപോർട്ടിലെത്തുന്നു. ഞങ്ങളെന്നെ ഈ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ച ആ ചേട്ടനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. വളരെ പേഷ്യൻ്റ് ആയിരുന്നു ആൾ, വളരെ ക്ഷമയുള്ള ഒരാളായിരുന്നു. അതിനപ്പുറം നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങളതൊക്കെ കണ്ട് ചേട്ടന്മാരെയൊക്കെ കെട്ടിപ്പിടിച്ച് കുട്ടികളെയൊക്കെ ഹഗ് ചെയ്ത് ഒരു നല്ല ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ വ്ളോഗും യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ ബൈ.